എന്താ പാറക്കുട്ടി? ഞാൻ അടിച്ചു വരാൻ വന്നതാ. ഞാൻ അടിച്ചു വാരി. സുഖം തന്നെയല്ലേ? അത് പിന്നെ കുഞ്ഞിനെ അറിഞ്ഞൂടെ? അയ്യോ, സിനിമയ്ക്ക് പോയ ഏറാടിയും കുട്ടികളെയും കണ്ടില്ലല്ലോ. അതാണ് അവരെ. പോയി കിടക്കുന്നു. ഇതാര്? എന്താ ഉണ്ണിയൊരു ചുറ്റിക്കളി? ബാത്റൂമിൽ പോണം. ബാത്റൂം. ഞാൻ വെറും മണക്കൂസാണെന്ന് നീ വിചാരിച്ചോ? ഓടുന്ന കോഴിക്ക് ഒരു മുഴം പിമ്പെ എറിയുന്നവനാണ് ഈ സദാശിവൻ. ഇത് കണ്ടോ, ചൂടുള്ള സായാഹ്ന പത്രത്തിൽ ചൂടുള്ള വാർത്ത. അഞ്ചുവും പവിയും ഒന്നായി. ഞാൻ ഒപ്പിച്ചു. എന്തൊരു ചേർച്ച! ഇതുവരെ എഴുന്നേറ്റില്ലേ? പവി മോളെ എഴുന്നേറ്റ്. ഇനി ലോകത്തൊരു ശക്തിക്ക് നിങ്ങൾ പിരിക്കാനാവില്ല. ഞാനെല്ലാം പരസ്യമാക്കി കഴിഞ്ഞു. ഇത് നോക്കിയേ, മാല, ബൊക്കെ, വിളക്ക്, എന്റെ വക ഒരു പ്രസന്റേഷൻ. സൂപ്പർ ബ്രെയിൻ എന്ന് പറയുന്ന ഇത് ഈ തമാശക്ക് അടിച്ചാണോ എന്റെ പല്ല്? പോടാ പുല്ലേ, എടുത്തോണ്ട് പോടാ ഇവിടെ ഇവിടുന്ന്. എന്തിന്? ഇവിടെ നമുക്ക് ആള് മാറി. ഇത് അഞ്ചു കിച്ചൊന്നുമല്ല, വേറെ ഏതാ പെണ്ണ? പവിത്രം മുങ്ങി. സദാശിവ, ഞാൻ സെൻട്രൽ ജയിലിലേക്ക് പോവുക. നേരിട്ട് സറണ്ടർ ആയ ശിക്ഷ കുറഞ്ഞിരിക്കും. നീ വാ, ഞാൻ ഇവിടെ കിടന്നോളാം. സദാശിവ, എനിക്ക് തലകിറക്കം പോലെ കഴിച്ചിട്ട് കിടന്നുറങ്ങാം. എങ്ങനെയുണ്ട് ഏറാടി സിനിമ? കാലക്കി. എന്ത് കലക്കാൻ കൂർക്കം വെച്ച് ഉറങ്ങിയായിരുന്നില്ലേ? ഇവിടെ പോന്നു. എന്റെ ഫാൻറ്റും കൊച്ചച്ഛന്റെ കട്ടിൽ കിടക്കുക. ഫാൻറ്റോ? ആ, ഞാനേ കിടക്കടയിൽ ഫാൻറ്റ് ഒളിപ്പിച്ചു വെച്ചിരിക്കാ. ആ ഫാൻറ്റ് നമ്മുടെ കിടക്കട്ടെ. അതിന്റെ മുകളിൽ വേറൊരു ഫാനും കിടന്ന് നിറമുണ്ട്. നാളെ എടുക്കേ. എല്ലാരും പോയി കിടന്നിറങ്ങ. പറകുട്ടി, എല്ലാരും താഴെ കിടക്കുന്നത്. പോ. ഞാൻ പോയിട്ട് പറ്റില്ല. നിന്നോടെ കാലെടുത്ത് കൂത്തരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇവിടെ നിൽക്കുന്ന ഏറാടി മാമന് ഇഷ്ടമല്ല. കണ്ട കൂട്ടുകെട്ടും. എന്താണെന്നറിയോ? അതാണ് അത് പറഞ്ഞു തന്നാലേ ഏറാടിക്ക് മനസ്സിലാവും. ഇവിടെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇത് സിമിറ്റേരിയ. അപ്പൊ സൗകര്യമായില്ല. അയ്യോ വേണ്ട, പ്രേതങ്ങൾ വല്ലതും വന്ന് ഇവളെ കൊന്നിട്ട് പോയാൽ പോലീസിനടുത്ത് നമ്മൾ സമാധാനം പറയേണ്ടി വരും. പിന്നെന്ത് ചെയ്യും? ഒന്ന് ചെയ്താലോ? ഇവളെ ഇതിനകത്ത് തന്നെ ഇരുത്തിയിട്ട് നമുക്ക് ഈ വാൻ ഉപേക്ഷിച്ച് മുങ്ങിയാലോ? അത് കൊള്ളാം. ഒറ്റ അടി വെച്ചാൽ നടക്കാൻ വേണ്ടിയില്ല. ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നു. എങ്ങനെയുണ്ട് സ്ഥലം? നല്ല ബെസ്റ്റ് സ്ഥലം. പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലം. ആരും ഇല്ലാത്തൊരു പാർക്ക്, വിശാലമായ ഒരു ബെഞ്ച്. കൊള്ളാം. സേഫ്റ്റിയുടെ പ്രോബ്ലം ഒരു പ്രോബ്ലം ഇല്ല. നീ ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ എന്റെ പാട്ട് പോവും. നീ സെന്റിമെന്റ്സ് ഒന്ന് കഴിയാൻ പൊക്കെടുത്ത് അവിടെ കിടന്നത്. അവിടെ എന്തൊരു വെയിറ്റ്. അല്ല പ്രിൻസേ, ഭയങ്കര തണുപ്പ്. അതല്ല, ആ കുട്ടി നേരം വെളുക്കുമ്പോ തണുത്ത് വിറച്ച് ഒരു പരുവത്തിലായി പോവും. അതാണ് പ്രിൻസ്. എടാ വലത്തെ കയറുന്നത്, ഇടത്തെ കയറ, വലത്തെ കയറ, വലത്തെ നീ ബട്ടിട്ട് ഓറം നോക്കണം. വാ 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 വാ. കുറച്ചുകൂടെ ക്ലോറോഫോം എടുത്ത് മണപ്പിച്ചാലോ? വേണ്ടല്ലേ? വേണ്ട. എന്താ ഇത് വെള്ളക്കോഴിയാ. തൂക്കം പോരാഞ്ഞോണ്ടാ. ഇത് നാട്ടുകാരത്ത് മുഴുവൻ പോയി പറഞ്ഞു കൊടുക്കണം കേട്ടാ. നിനക്ക് നല്ല പിടക്കണ കരിമീൻ വേണ? കഴിഞ്ഞ മാസം വാങ്ങിച്ചത്. എനിക്ക് വേണ്ട, പക്ഷേ കൊതിയുള്ളതെല്ലാം വായിക്ക് രുചിയായിട്ട് വാങ്ങിച്ച് കഴിച്ചോ? റെയിൽ പാളത്തിൽ ഒരു പെണ്ണിന്റെ ശവം ഞരഞ്ഞു കിടപ്പുണ്ട്. എവിടെ? നമുക്ക് പോയി കാണാം. വേണ്ട, അവരിങ്ങോട്ട് വന്ന് കണ്ടോളും. പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോ അത് ആ പെണ്ണിന്റെ ആണെന്നാ തോന്നുന്നു. ഞാനൊരു പാണിങ് തരാൻ വന്നതാ. ജാമ്യം കിട്ടുന്ന യാതൊരു ഹോപ്പും വേണ്ട. യോഗം ഉണ്ടെങ്കിൽ 10-14 വർഷം കഴിഞ്ഞ് കാണാം. നിന്നെ അവർ തൂക്കി കൊന്നില്ലെങ്കിൽ പാവ എന്റെ ഒരു സുഹൃത്തിന് ഈ ഗതി വന്നു പോയല്ലോ.
ഏറാടിയല്ലേ? കൃഷ്ണൻ ഏറാടി? അതെ. ആരാ? പട്ടാമ്പിലല്ലേ വീട്? അതെ. ഞാൻ ചെറുപ്പത്തിൽ കണ്ട അതേ മുഖമാ, ഒരു മാറ്റമില്ല. ഇപ്പോഴും ചെറുപ്പക്കാരൻ തന്നെ എന്റെ ഏറാടി മാമൻ. മാമൻ എന്നെ മനസ്സിലായോ? അയ്യേ, മാമന്റെ പഴയ ഓർമ്മശക്തി ഒക്കെ പോയി. പണ്ട് എന്തൊരു ഓർമ്മയായിരുന്നു. ഡൽഹിയിലെ കൃഷ്ണമേന്റെ മോള് ഗീതു. അല്ല, ഏറാടി മാമൻ എല്ലാം മറന്നു. കുഞ്ഞുനാളിൽ ഞാൻ ഇവിടെ വന്നതും ഏറാടി മാമൻ എന്നെ കുതിരപ്പുറത്ത് കയറ്റിയതും വീണ് കൈപ്പൊട്ടിയപ്പോ ഞാൻ അച്ഛനോട് പറയുന്നു പറഞ്ഞപ്പോ ഏറാടി മാമൻ പേടിച്ചതും ഞാനൊന്നും മറന്നിട്ടില്ല. കേട്ടോ, ഞാൻ പറയട്ടെ? നിക്ക്. ശാലു മോള്, നൈജീരിയയിലെ ഉണ്ണിമാന്റെ മോള്. നേരിട്ട് വരുന്ന വഴിയാ? അല്ല, നാട്ടിൽ നിന്ന് വരുന്ന വഴിയാ. അവിടെ ചെന്നപ്പോ ഇവിടെ വരണമെന്നും എല്ലാരും കാണണമെന്നും തോന്നി. പ്രിൻസ് കുഞ്ഞേ, അല്ല ഇതാരാ വന്നെന്ന് നോക്കിയേ. വേണ്ട ഏറാടി മാമ, പ്രിൻസ് ചേട്ടനെ ഞാൻ അകത്ത് പോയി കണ്ടോളാം. പാറു, ഇതാരാ വന്നെന്ന് അറിയോ? നമ്മുടെ നൈജീരിയയിലെ ഉണ്ണിമാന്റെ മോള് ശാലിനി. ഇത് പാറൂട്ടിയല്ലേ? അയ്യോ, ഒരുപാട് തടിച്ചുപോയി. അയ്യോ, എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല. എന്റെ ഈശ്വര, മോളെ വന്ന കാലം നിൽക്കാൻ അകത്തേക്ക് കയറിയിരുന്നേ. എത്ര വർഷമായി ഇവിടുന്ന് പോയിട്ട്. ഇന്നലെ ഇവിടുന്ന് പോയ പോലെ എനിക്ക്. ആണോ? സ്നേഹമുള്ളവർക്ക് അങ്ങനെ. ചെറുപ്പത്തിലേ കണ്ടതല്ലേ, ഒരുപാടങ്ങ് മാറിപ്പോയി. പക്ഷെ അന്ന് ഇത്ര നിറം ഉണ്ടായിരുന്നില്ലല്ലോ. പ്രിൻസ് മോനെ, പാറുകുട്ടി, മോക്ക് എന്തെങ്കിലും കുടിക്കാനെടുക്ക്. അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ പോയിരിക്കുക. അവര് വന്നിട്ട് മോള് പോയാ മതി. മോള് ഇവിടെ ഇരിക്കും, പാറൂട്ടി ഇപ്പൊ വരാം. ഈ മുറി മോളുടെതാ. അന്ന് വന്നപ്പോഴും മോൾ ഇവിടെ ഉറങ്ങിയത്. ഞാൻ പോയി പ്രിൻസ് കുഞ്ഞിനെ വിളിച്ചോണ്ടുവരാം. അവൻ അറിഞ്ഞ വലിയ സന്തോഷാവും. പ്രിൻസ് കുഞ്ഞെ, ഒന്ന് താഴേക്ക് ഒന്ന് നോക്ക്. ആരാ വന്നതെന്ന്? ഒന്ന് എന്ത് നോക്ക്. ഇയാൾ കളിപ്പിക്കാതെ കാര്യം പറയണോ? നമ്മുടെ ശാലു മോള്, ശാലിനി. ശാലിനിയാ? ഏത് ശാലിനി? പ്രിൻസ് കുഞ്ഞ് വന്നോ? എത്ര നേരമായിട്ട് ഞാൻ ശാലുമോള് കാത്തിരിക്കുന്നു. എന്റെ മുഖം ഓർമ്മയുണ്ടോ? ഞാൻ മറന്നിട്ടില്ല. അതെങ്ങനെ മറക്കാൻ? കുട്ടിക്കാലത്ത് രണ്ടുപേരും കൂടെ ആയിരുന്നല്ലോ കൂട്ട്. അതാരാ? അയ്യോ, അത് ഈ കുഞ്ഞിന്റെ കൂടെ നടക്കുന്ന ഒരു വിട്ടിയാ. ഇടയ്ക്കിടയ്ക്ക് വലിഞ്ഞു കയറി ഇവിടെ വരും, ഓരോ വകതരമില്ലാത്തവൻ. ശാലിനി, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലെന്ന് വിചാരിച്ചു അല്ലേ? ആ മഞ്ഞത്ത് കിടന്ന് ഞാൻ മരിച്ചെന്ന് കരുതിയോ? ഇനിയുള്ള രംഗങ്ങൾ ഭീകരാക്കാൻ വേണ്ടിയാ 5 മുതൽ ശാലിനി ആയത്. തന്നെ ഞാൻ നക്ഷത്രക്കോൽ എണ്ണിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. രാത്രിക്ക് എന്താ സ്പെഷ്യൽ വേണ്ടത്? കുട്ടിക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാ പറഞ്ഞോളൂ. രാത്രിക്കുള്ള സ്പെഷ്യല് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ശരിയായിക്കോളാം. ഇപ്പൊ ശാലിനി മോളുവാ. ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാണ്ട്. കുഞ്ഞാളെ കണ്ടതല്ലേ? അത് ശരി, എല്ലാം കെട്ടിപ്പറക്കി എടുത്തോണ്ട് ഇങ്ങോട്ട് പോന്നിരിക്കാനല്ലേ? അതെ, കാശുള്ള ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലെ ഷെൽട്ടർ എനിക്ക് ആവശ്യം. അതൊക്കെ പതുക്കെ എനിക്ക് ചെവിയേക്കാം. ഇപ്പൊ ഇവിടെ നിറയ്ക്കണം. പ്രിൻസ് ആരാണെന്ന് എനിക്ക് ശരിക്കറിയില്ല. ഈ വീട്ടിലെ എല്ലാവരെ കുറിച്ച് അറിയേണ്ടത് മുഴുവൻ അറിഞ്ഞിട്ട് ആഞ്ചി ഇങ്ങോട്ട് വന്നത്. അറിയിക്കേണ്ടവർ മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. എന്തോന്ന് അറിയിക്കാം? മര്യാദയ്ക്ക് ഇവിടെ നിറയ്ക്കണം. ഇറങ്ങില്ലെങ്കിലോ? ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ? അയ്യോ, വെറും പോലീസിനെ വിളിക്കുന്നത് മോശമല്ലേ? IG മാരെയോ DIG മാരെയോ ഒക്കെ നമുക്ക് വിളിച്ചു വരുത്താം. എന്തിനാ? ഒന്ന് ഓർത്ത് നോക്ക്. ഒന്നും ഓർക്കാനല്ല. എന്റെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. നിന്നെ കണ്ടിട്ടുകൂടിയില്ല. നീ ആരാ? അയ്യോ, ഓർക്കുന്നില്ല ഇല്ല. അല്ലേ? പേരും നാളും ചോദിച്ചിട്ട് നടു റോഡിൽ നിന്ന് കാറിൽ ബലമായി തട്ടിക്കൊണ്ടുപോയത് ഓർമ്മയില്ലെന്നോ? കാറിൽ വെച്ച് താനും വേറൊരുത്തും കൂടി എന്നെ മയക്കി മാനഭംഗപ്പെടുത്തത് മറന്നുപോയോ? മാനഭംഗം? അതൊന്ന് ഭംഗം? ഏത് കാറാ, ഏത് റോഡ്, ആര് മയക്കി, ആര് മാനഭംഗപ്പെടുത്തി? നുണമതാൽ അതിലൊരു പിടുത്തം വേണം കേട്ടോ. ഇതൊക്കെ അങ്ങ് കോടതിയിൽ പറഞ്ഞാൽ മതി. എന്നെ പോലൊരു മാന്യം നിന്നെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കാൻ പോവല്ലേ? എന്തോ തെളിവുണ്ട്? എന്റെ കോട്ട അപ്പൊ ഇത് നിങ്ങളുടെയാണല്ലേ? ഈ പീറക്കോട്ട് കാണിച്ചാണോ നീ എന്നെ കോടതി കയറ്റാൻ പോകുന്നത്? ഇത് ആർക്ക് വേണം? സ്ട്രോങ് എവിഡൻസ് ഉണ്ട്, കാണിക്കേ. സ്ട്രോങ് എവിഡൻസ്. എന്റെ ലൈസൻസ്. അയ്യോ, ഞാൻ ആകെ വിഷമിച്ചിരിക്കും. നിനക്ക് ഇവിടെ നേടിയില്ല. താൻ എന്താ കരുതിയത്? എനിക്ക് ഈ തെളിവുകൾ ധാരാളം മതി. ഒരു രാത്രി കൊണ്ട് തനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ലൈഫാ. അത് തിരിച്ചറിയാൻ കഴിയുമോ എനിക്ക്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് മുതൽ ഈ മുറി എന്റേതാ. ആര് പറഞ്ഞു? ഞാൻ. അച്ഛനോ? ആരച്ഛൻ? അയ്യോ, നമ്പറൊക്കെ അത് തന്നെ. പ്രിൻസോ?
അങ്ങനെ ആരും ഇവിടെ ഇല്ല. വെക്കണോ? അയ്യോ, എന്റെ അച്ഛനാത്. എന്റെ അച്ഛനല്ല. എല്ലാരും വരും. ഇത് ശാലിനി ആന്റി, കൊച്ചച്ഛന്റെ ഇളയമ്മയുടെ മോള്, നൈജീരിയയിലെ. എറടിമമ്മ, ഞാൻ വന്ന കാര്യം എല്ലാവരും വിളിച്ചറിയിക്ക്. അപ്പൊ ആന്റി ഞങ്ങളുടെ ബന്ധുവാണല്ലേ? ഓ, ഞാൻ ജയം കുഞ്ഞിനെ വിളിച്ച് പറയട്ടെ. ഞാൻ വിളിച്ചോളാം. അച്ഛനെ വിളിച്ച് പറയണം, ജയം കുഞ്ഞിനെ വിളിച്ച് പറയണം. ഒരുപാട് നാള് കഴിഞ്ഞ് കുഞ്ഞിങ്ങോട്ട് വരുന്നതല്ലേ. അതെ, ആന്റി വന്ന് കേറിയല്ലേ ഉള്ളൂ. നിങ്ങളൊക്കെ പോയി റെസ്റ്റ് എടുക്ക. ചെല്ലപ്പോ. എല്ലാരും പോയി. താനും പോ. അപ്പോ ആന്റി റെസ്റ്റ് എടുക്കണം. പ്രിൻസ് എം പി വിളിച്ചു പറയുന്നു, എം പി മിനിസ്റ്റർ വിളിച്ചു പറയുന്നു. അങ്ങനെ ഞാൻ ഷൈൻ ചെയ്യുന്നു. മൊത്തത്തിൽ ശുക്രദശ. എവിടെ പ്രിൻസേ? പ്രിൻസേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നാട്ടിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവന്റെ ഒരു കാര്യത്തിന് നിന്റെ ഹെൽപ്പ് വേണം. ഞാനും നിന്നെ കാണാൻ കാത്തിരിക്കായിരുന്നു. ആണോ? ആദ്യം എനിക്ക് എന്തെങ്കിലും കഴിക്കണം. വല്ലാതെ വിശക്കുന്നു. ചൂടായിട്ട് എന്തുണ്ട്? ചൂടായിട്ട് ഹലോ. സ്വന്തം സുഹൃത്തിനാണ് അടി ഒന്നിനൊരു പരിഹാരമല്ല. ഞാൻ കള്ള മരുന്ന് കുടിച്ചിരിക്കുകയാണ്. വേണ്ട വേണ്ട, എന്നെ അടിക്കാനില്ലേ? അടിക്കാനില്ലേ? എന്താ? വഞ്ചിച്ചു. ഇവിടെ എല്ലാത്തിനും കാരണം ഈ തെണ്ടി നാരയുടെ കൂട്ടുകാരന്റെ കാമുകയാണെന്ന് കരുതിയാ തട്ടിക്കൊണ്ടുവന്ന്. ഒന്നും മനഃപൂർവ്വമല്ല. ചെല്ലേ, കുട്ടി പോയി ഇവന്റെ കൂടെ താമസിക്കേ. വിളിച്ചോട്ട് പോടാ അവളെ. വിധിയുടെ ക്രൂരമായ വിളയാട്ടത്തിൽ നമുക്ക് കഴിഞ്ഞെല്ലാം മറക്കാം. ഇതെങ്ങനെ മറക്കും? ഈ ചെറ്റ് തരമൊക്കെ കാണിച്ച് ഇവന്റെ ഒരു കോംപ്ലിമെന്റ്. കൊച്ചധികം സമയം കളാതെ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോ. നമുക്ക് പത്രത്തിൽ ഒരു തിരുത്തു കൊടുത്താലോ? പത്രത്തിൽ ഒരു തിരുത്തുകൊണ്ട് മാത്രം തിരുത്തപ്പെടാവുന്ന തെറ്റല്ല നിങ്ങൾ രണ്ടുപേരും ചെയ്തത്. നിങ്ങളല്ല, ഇവൻ, ഈ മരങ്കോടൻ. 2 ആഴ്ച മുമ്പ് നിശ്ചയിച്ച് ഉറപ്പിച്ച എന്റെ കല്യാണം ഇതുകൊണ്ട് തെറ്റിപ്പിരിഞ്ഞു. അറിയോ? നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര് ചീത്തയായി. ഈ ബാംഗ്ലൂരിൽ വളരെ കഷ്ടപ്പെട്ട ഞാൻ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയത്. അവർ തന്നെ ഇറക്കി വിട്ടു. പത്രത്തിൽ ഒരു തിരുത്തോണ്ട് ഇതൊക്കെ തിരിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക്? 15-ാം തീയതി എന്നെ കൊണ്ടുപോകാൻ എന്റെ ഡാഡി വരും. തമിഴ്നാട് കാഡറിലുള്ള ഒരു IPS ഓഫീസർ എന്റെ ഡാഡി. ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് വേണ്ടിയാണ് ഡൽഹി പോയിരിക്കുന്നത്. അദ്ദേഹം മടങ്ങി വന്നിട്ട് വേണം എനിക്ക് കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാൻ. അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. ഡാഡി പറഞ്ഞാൽ ചിലപ്പോ ജീവിതം മുഴുവനും. പ്രിൻസേ, എവിടെ പോയാ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്?